കെ ബാലകൃഷ്ണൻ ചരിത്രത്തിൽ എഴുതുന്ന ഒരു വാചകമുണ്ട്, ടിപ്പു വീണു, അന്ന് ബ്രിട്ടീഷ് പതാക പൊങ്ങി. ടിപ്പു വീണില്ലായിരുന്നെങ്കിൽ ബ്രിട്ടീഷ് പതാക തെന്നിന്ത്യയിൽ പൊങ്ങുമായിരുന്നില്ല. ടിപ്പു വീണ നിമിഷം വരെ ബ്രിട്ടീഷ് പതാക പൊക്കാൻ ബ്രിട്ടീഷുകാർക്ക് ധൈര്യവും വന്നിട്ടില്ല. അങ്ങനെ ബ്രിട്ടീഷുകാരെ അടിമുട്ടി വിറപ്പിച്ച ഒരു പോരാളിയും ഇന്ത്യൻ ചരിത്രം എടുത്താലുണ്ടാവില്ല. അത്രമാത്രം ബ്രിട്ടീഷുകാർ വിറച്ചു പോയതാണ്. ഒരു ഘട്ടത്തിൽ ബ്രിട്ടീഷുകാർ ഇവിടെ നിന്ന് എഴുതുന്ന ഒരു കത്തുണ്ട്, മറ്റേ ബ്രിട്ടീഷ് രാജ്ഞിക്ക് എഴുതുന്ന ഒരു കത്തുണ്ട്. ആ കത്തിന്റെ 3-ാം ഖണ്ഡികയിലെ പ്രധാനപ്പെട്ട ഭാഗം ഏറ്റവും പെട്ടെന്ന് തെന്നിന്ത്യ ഒഴിയുക എന്നാണ് അവർ തീരുമാനിക്കുന്നത്. തെന്നിന്ത്യയിൽ നിന്ന് ഒഴിഞ്ഞ് ഇവിടെ നിന്ന് രക്ഷപ്പെടുക, അല്ലെങ്കിൽ ലോകത്തെമ്പാടും സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്ന നമ്മുടെ പേര് നഷ്ടപ്പെടുത്താൻ തക്കവണ്ണമുള്ള ഒരു പോരാളി ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തെന്നിന്ത്യ വിടുന്നതാണ് നമ്മുടെ അഭിമാനം സംരക്ഷിക്കാൻ നല്ലത് എന്നുവരെ കത്തെഴുതപ്പെട്ടിട്ടുണ്ട്. അത്രമാത്രം പേടിച്ച ഒരാളാണ് ടിപ്പു, അത്രമാത്രം ഭയപ്പെടുത്തിയതാണ് ബ്രിട്ടീഷുകാരെ. കാരണം ടിപ്പു ഒരു പഴയ നിലയ്ക്കുള്ള ഒരു പോരാളി മാത്രമായിരുന്നില്ല. വെറും വാളും അമ്പും വില്ലും വെച്ച് യുദ്ധം ചെയ്തിരുന്ന ഒരു അപരിഷ്കൃത പോരാളിയല്ല. ടിപ്പു ബ്രിട്ടീഷുകാരെ പോലെ തന്നെ ഇംഗ്ലീഷും ആധുനിക വിദ്യാഭ്യാസ പഠനവും അതോടൊപ്പം മതപഠനവും എല്ലാം പൂർത്തിയാക്കിയ അങ്ങേയറ്റം ആധുനികനായ ഒരു വ്യക്തിയാണ്. അതോടൊപ്പം ഒരു ഗംഭീര എഞ്ചിനീയറുമാണ്. മിസൈലുകളുടെ ചരിത്രം ആരംഭിക്കുന്നത് ടിപ്പുവിൽ നിന്നാണ്. അങ്ങനെ ഒരുപാടുണ്ട്. അതായത് ആധുനിക യുദ്ധ തന്ത്രം എന്തെന്ന് തിരിച്ചറിയാവുന്ന ടിപ്പുവിന് മുന്നിൽ തോൽക്കേണ്ടി വരുമെന്ന് വന്നതാണ്. അതുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ അവരുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പോരാളിയായ വെല്ലസ്ലിയെ ഇറക്കിയിട്ടാണ് ടിപ്പുവിനെ നേരിടുന്നത്.